ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഷാൻ താത്തയുടെ വെഡ്ഡിങ് വ്ലോഗായിട്ടാണ്. അപ്പോൾ അർഷാൻ താത്തയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പരിപാടി ഇതിൻ്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രംഗോലിനായിട്ട് എൻ്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഓടിച്ചെന്ന് കണ്ടോളൂ കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട്. അതേപോലെ തന്നെ എന്താ പറയുക, എല്ലാത്തിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, എല്ലാവരും ചെന്ന് കാണൂ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളെന്താ പറയുക, നമ്മൾ ട്രെയിൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓട്ടോറിക്ഷ കണ്ടോ ഗൈസ് പോകുന്നത്. അങ്ങനെ ട്രെയിനൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ പോകുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുവരെയും എന്താ പറയുക, എൻ്റെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാണ്ട് കാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഹോളിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, പോകാൻ പോകുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കിണറെന്ന് കേട്ടോ ഗസ്റ്റ്. ഞാൻ കിണറെന്ന് കേട്ടപ്പോൾ തന്നെ കിണറിൻ്റെ ഉള്ളിലാണ് സംഭവം. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് കിണറെന്നാണ്, സ്റ്റോപ്പ് കിണറാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുക വന്നിട്ട് സീറ്റൊക്കെ പിടിച്ചു. അങ്ങനെ ചെക്കനൊക്കെ വന്നു. അങ്ങനെ എന്താ പറയുക, ബോയ്സ് ഇവരെല്ലാവരും കളർ കോഡായിരുന്നു, ഡ്രസ് കോഡായിരുന്നു. എല്ലാവരും ഒരേ ഡ്രസ്സായിരുന്നു. ബോയ്സ് നമ്മുടെ വള്ളുള്ളി ഫാമിലിയിലെ ബോയ്സ് എല്ലാവരും ഒരേ കളർ ഡ്രസ്സായിരുന്നു. പിന്നെ മണവാട്ടി ഇതേ ഇവിടെ എന്താ പറയുക വേർത്ത് കുളിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. മറ്റേ നമ്മൾ ഫാനൊന്നും കിട്ടില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇങ്ങനെ മണവാട്ടി തലയിൽ സംഭവമൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. തലയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അർഷാന റിയാസ്ന്നും. അപ്പോൾ അതൊക്കെ എഴുതി നമ്മൾ അതൊക്കെ പൊക്കി നോക്കി. അങ്ങനെ എല്ലാ റീലൊക്കെ റീലെന്ന് പറഞ്ഞാൽ എല്ലാ താലികെട്ടൊക്കെ കഴിഞ്ഞു, മഹറൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാം സെറ്റായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടിരിക്കലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അതേപോലെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പോൾ അതേപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ നേരെ അതൊക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ കുറേ നമ്മുടെ വള്ളുള്ളി ഫാമിലിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ബോയ്സിൻ്റെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു. ബിരിയാണി ഉണ്ടായിട്ടും നമ്മൾ എന്താ പറയുക സദ്യ ഉണ്ടോ കഴിക്കുന്നത്. ഞങ്ങൾക്ക് സദ്യയാണ്, ബിരിയാണി നല്ല കഴിച്ചു മടുത്തു കേട്ടോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ സദ്യ കഴിച്ചു. പിന്നെ നേരെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. മണവട്ടിയും മണവാളിനൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അവർ പോയിട്ടോ ഗൈസ്. പിന്നെ നമ്മൾ അർഷാൻ താത്തയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് നമ്മൾ എല്ലാവരുടെയും ഒരു വണ്ടിക്കാണ് വന്നത്. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. പിന്നെ റൂം സെറ്റിംഗ് പരിപാടിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക വേറൊരു അമ്മായിയുടെ വീട്ടിൽ പോയി. അങ്ങനെ നമ്മളവിടെ റെസ്റ്റ് ചെയ്തിട്ട് എല്ലാം എന്താ പറയുക റെസ്റ്റ് ചെയ്ത് ഫ്രഷപ്പ് ആയി നമ്മൾ നേരെ പോകുന്നത് അർഷാൻ താത്തയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പുട്ടി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പുട്ടിയും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാവരും റെഡി ആവണമായിരുന്നു. പിന്നെ ഇതേ ബസ് വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഓടി ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സീറ്റ് എന്ന് പറഞ്ഞാൽ മെയിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് മറ്റേ ടൂർ ബസ്സാണെന്നാണ്. പക്ഷെ ചെന്നപ്പോൾ ലൈൻ ബസ്സായിരുന്നു ഗൈസ്, ലൈൻ ബസ്സായിരുന്നു. ഇപ്പോൾ ഇവിടെ ചിലവരൊക്കെ ജീപ്പിന് അവരവരുടെ വണ്ടിക്കൊക്കെയാണ് പോകുന്നത്. പക്ഷേ നമ്മളെന്താ പറയുക, നമ്മൾ ഇതിനാണ് പോകുന്നത്. ഞാനും എൻ്റെ അനിയനും മാത്രമുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരുടെയും വണ്ടിയിൽ ഡാൻസ് കളിച്ച് എല്ലാം സെറ്റായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക റിസപ്ഷനിൽ നമ്മൾ പോകാം കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ റിസപ്ഷൻ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇതത്ര ഡ്രസ്സാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് എന്താ പറയുക ഫോട്ടോസും അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരുടെയും. അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഫുഡ് ബിരിയാണിയാണ്, ഇവിടെയും എല്ലായിടത്തും ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു. നേരെ റിസപ്ഷനും ബിരിയാണി ആയിരുന്നു കേട്ടോ. റിസപ്ഷന് ബിരിയാണി ആയിരുന്നേ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മൾ മുകളിലൊക്കെ പോയി. ഇത് കാണാൻ പറ്റുന്നുണ്ട്, ഇലയിലായിരുന്നു കേട്ടോ ഗൈസ് ബിരിയാണി. അപ്പോൾ ഇത് ടൗൺ ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.